ഹലോ കൂട്ടുകാരെ, ഇന്ന് കസ്റ്റാർഡ് മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് നിറക്കൂട്ട് വ്ളോഗ്സ് വന്നിരിക്കുന്നത്. ഈ മാങ്ങ സീസണിൽ മാങ്ങയുടെ പല വെറൈറ്റികളും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് കസ്റ്റാർഡ് മാംഗോ ഐസ്ക്രീമാണ്. അത് തയ്യാറാക്കാനായിട്ട് 4 പഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മാങ്ങ തോടോട് കൂടിയാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കാവുന്നതാണ്. മാങ്ങയുടെ തോടും മാറ്റിയ ശേഷം നമുക്ക് മാങ്ങ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യാം. സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാവുന്നതാണ്. നന്നായി പഴുക്കാത്ത മാങ്ങയാണെങ്കിൽ തോട് ചെത്തി തന്നെ എടുക്കണം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ മാങ്ങയെല്ലാം പ്രത്യേകം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മാങ്ങ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് കുക്ക് ചെയ്ത് കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഗ്യാസ് കത്തിച്ച് ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വഴിയേ പറയാം. പാലൊന്ന് ചൂടായി വരട്ടെ, അപ്പോഴേക്കും നമുക്ക് മറ്റൊരു ജോലിയുണ്ട്. ഒരു ബൗളിലേക്ക് 2.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചേക്കുന്ന പാൽ കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ടതാണ്. അടുപ്പിലുള്ള പാലിലേക്ക് ചേർക്കാത്തത് ഇത് പെട്ടെന്ന് കട്ട പിടിക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ചേർക്കുമ്പോൾ കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. പാൽ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കോൺഫ്ലവർ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇനി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. കൈവിടാതെ ഇളക്കി യോജിപ്പിക്കുക. കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. ഏകദേശം നന്നായിട്ട് കുറുവ് വരുന്നുണ്ട് കേട്ടോ. കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര കൂടി ഒന്ന് മെൽറ്റായി വരാനായിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പഞ്ചസാര കൂടി ഒന്ന് മെൽറ്റായി വന്നപ്പോഴേക്കും ടെക്സ്ചർ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വലിയൊരു സ്പൂൺ വെച്ചാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നന്നായിട്ട് മിക്സ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്പൂണങ്ങ് മാറ്റിയ ശേഷം വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. വിസ്ക് ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് വാനില എസൻസോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 4-5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം മീഡിയത്തിലിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചത്. ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ തീ കൂട്ടി വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ ജലാംശമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും മുകളിൽ പതഞ്ഞ് വന്ന കുറച്ച് കുമ്പള പോലെയുള്ളത് കാണുന്നുണ്ട്. അതങ്ങ് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അത് കോരി മാറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ പത മാറുന്നതിനായിട്ട് മാറ്റിയതാണ് കേട്ടോ. അതവിടെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ആൾ ക്യൂ ആയിരുന്നു. ഇനി ഇതൊന്ന് കുറച്ച് ചൂട് മാറിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ചൂട് മാറിയ ശേഷം വേണമെന്നുള്ളവർക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് അത് സഹായിക്കും. ഞാനിവിടെ മിക്സിയിൽ അടിച്ചൊന്നും എടുക്കുന്നില്ല. കാരണം ഈ ഒരു ടേസ്റ്റിൽ തന്നെ മക്കൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചുകൂടി ക്രീമി ആക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചെറിയ ചൂടോട് തന്നെ പുഡിംഗ് ട്രോയിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഫ്രിഡ്ജിലൊരു
5 മുതൽ 8 മണിക്കൂറിനിടയ്ക്ക് ഫ്രീസ് ചെയ്ത ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ഈ ടെസ്റ്റർ ഒന്ന് തണുക്കും. അതിനുശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ബാലൻസുള്ള ഐസ്ക്രീം ബാറ്റർ മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനുമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം സെറ്റാവാനായിട്ട് ഒരു 6 മണിക്കൂർ ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 6 മണിക്കൂറിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള കസ്റ്റാർഡ് മാംഗോ ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇനി ആവശ്യമുള്ള പാത്രത്തിലേക്ക് നമുക്കത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഐസ്ക്രീം കോരുന്ന സ്പൂണ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രം കോരിയെടുക്കുക. ഓരോ പ്രാവശ്യവും കോരിയെടുത്ത ശേഷം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം നമുക്ക് വിട്ട് എടുക്കാനായിട്ട് പാടായിരിക്കും. ഇന്നത്തെ ഈ മാംഗോ ഐസ്ക്രീം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീ പോലും കത്തിക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ഐസ്ക്രീമിൻ്റെ ഒരു റെസിപ്പി കൂടി ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ മാംഗോ ലവറായ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോളൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ടേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.